ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കടലക്കറിയും ദോശയാക്കിയാലോ. കടലക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിടണം കേട്ടോ. അല്ലെങ്കിൽ ചുരുങ്ങിയൊരു 8 മണിക്കൂറെങ്കിലും കടല നന്നായി കുതിരണം. നമുക്ക് കടലെടുത്ത് ഒരു കോംപ്രമൈസ് നടക്കില്ല. നമ്മൾ നേരത്തെയൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കുതിർക്കാമെന്ന് വിചാരിച്ചാലൊന്നും കാര്യമില്ല. പരമാവധി രാവിലെ വെക്കുമ്പോൾ തലേദിവസം തന്നെ വെള്ളത്തിലിടണം. നമ്മൾ കുതിർത്ത് വെച്ച കടലയ്ക്കകത്തേക്ക് ഒരു ചെറിയ സവോള, കുറച്ചല്ലി വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പം ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും, ഒരുപാട് എരിവില്ലാത്ത ഒരു സ്പൂണ് മുളക് പൊടിയും, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചെറുതീയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ മസാലപ്പൊടികളാണ്, മീറ്റ് മസാലയാണ് പൊതുവേ കടലക്കറിക്ക് ചേർക്കുന്നത്. അതാ ചേർക്കുന്നതെങ്കിൽ അപ്പോൾ അതും കൂടെ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ചാറ് കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടെ മല്ലിപ്പൊടി ചേർത്താലും കുഴപ്പമില്ല. അല്പം കൂടി ഈസി ആയിട്ട് ആക്കണമെങ്കിൽ ഈ പൊടികളൊന്നും ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. കടലക്കറിക്കായതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ കളറ് കിട്ടും. ഇത് ചൂടാക്കിയിട്ടാൽ കളറ് മാത്രമല്ല, ഗുണം കൂടുതലുണ്ട് ചൂടാക്കിയിടുന്ന പൊടിക്ക്. അല്ലെങ്കിൽ നേരിട്ട് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ചൂടാക്കിയെടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന, നമ്മൾ ബീഫിനും ഒക്കെ ചേർക്കുന്ന മസാലപ്പൊടിയുണ്ട്, അതായത് ഗരം മസാല എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഒരു നുള്ളും കൂടെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലർ ഈ മസാലപ്പൊടി ഗരം മസാല ലാസ്റ്റ് കടുക് വറുക്കുമ്പോൾ ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നിയേക്കുന്നത് ഇങ്ങനെ കടല വേകാനിടുമ്പോൾ തന്നെ ചേർക്കുന്നതാണ്. അപ്പോൾ അത് ഒന്നിച്ച് വെന്ത് ആ മസാലയുടെ ഗുണവും മണവും ഒക്കെ അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് അടച്ചിട്ട് ഒരു തീ കൂട്ടി വെച്ചിട്ട് ആദ്യത്തെ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് സിമ്മിലിടാം. അങ്ങനെ ഒരു 3 വിസിൽ, ഒരു 15 മിനിറ്റോളം വേവണം കടല, എങ്കിലേ നന്നായിട്ട് വേവുള്ളൂ. കടല വേകാൻ വെക്കുമ്പം പൊതുവേ ഉപ്പിടാത്തതാണ് നല്ലത്. ഉപ്പ് ലാസ്റ്റ് ഇട്ടാൽ മതി. കുക്കറിലാണ് വെക്കുന്നതെങ്കിലും ഉപ്പൊക്കെ ലാസ്റ്റ് ഇട്ടാൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. നല്ല നെയ്യ് പോലെ കടല വെന്ത് കിട്ടും. അപ്പം നമ്മുടെ കടല ഏകദേശം വെന്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളമായി. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് കറി ഒന്ന് തിളച്ച് വരണം. അധികം തിളച്ച് തോളണ്ട. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ ഇന്നലെ ദോശയ്ക്ക് അരച്ച് വരുന്ന മാവൊക്കെ ചുടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല പഞ്ഞി പോലുള്ള നല്ല സ്വാദുള്ള ദോശയാണ്. ഈ ദോശ നമ്മൾ വെള്ളത്തിലിടുമ്പോഴേ ഞാനൊരു 1.5 ഗ്ലാസ് പച്ചരി ഇട്ടു. അതായത് ഒരു 250 ഗ്രാം ഉണ്ടാവും പച്ചരി. 50 ഗ്രാം ഉഴുന്ന്, അത്രയേ ഇടുള്ളൂ. കൂടുതലിട്ടാൽ നല്ലതാണ്. കൂടുതലുള്ളവർ കൂടുതലിട്ട് ഉണ്ടാക്കിയ ഗുണവും മയമൊക്കെ കൂടും. പിന്നെ ഒരു 1/2 സ്പൂണ് ഉലുവയും കൂടി ഇടും. ഈ ഉലുവ ഇടുന്നത് നമ്മുടെ ദോശ നല്ല സോഫ്റ്റായി കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നന്നായി പൊന്തി വരും. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് 2 വറ്റൽമുളകും കുറച്ച് കരിയാപ്പിലയൊക്കെ ഇട്ട് നമുക്കൊന്ന് താളിക്കാനായിട്ട് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ റെഡിയായിരിക്കുന്ന കടലക്കറി ഞാൻ അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലേക്ക് ഒഴിക്കാറില്ല. വേറെ പാത്രമായിരുന്നു നമുക്ക് അതിലേക്ക് ചേർക്കാമായിരുന്നു. കുക്കറിനകത്തേക്ക് കടുക് വറുത്ത് ചേർത്ത് കുക്കറിൽ തന്നെ കറിയൊന്നും ഞാൻ വെച്ച് ഉപയോഗിക്കാറില്ല. അങ്ങനെ ചെയ്യാത്തതാണ് നല്ലത് കേട്ടോ. നമ്മൾ ഈ കടലക്കറി വെക്കുന്നത് ഇപ്പം പുട്ടിനായിരുന്നെങ്കിൽ ഞാൻ തേങ്ങ അരച്ച് ചേർക്കില്ല. അത് ഞാൻ പാല് പിഴിഞ്ഞ് ചേർക്കുള്ളൂ, കുറച്ചും കൂടെ കൂടുതലെടുത്തിട്ട്. പുട്ടിൻ്റെ കൂടെ കൂട്ടുന്ന കടലക്കറിക്ക് കൊഴുപ്പധികം ഇല്ലാത്ത നല്ല മീഡിയം ലൂസ് കറിയായിരിക്കും നല്ല. ഇതിപ്പം ദോശയ്ക്കായതുകൊണ്ടാണ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നത് കടലക്കറി. അപ്പോൾ നമ്മുടെ ദോശയും കടലക്കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തതിനും തുടർന്നും നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടാകണം. ഇനിയൊരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് പിന്നെയും കാണാം. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ആ ബെല്ലൈക്കൺ കൂടി അമർത്തണം. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് അയച്ച് തന്നെങ്കിലല്ലേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു എവരി വൺ.